അലർജിക് റൈനൈറ്റിസ്, അലർജിക് ആസ്മ. ഇതിലൊരു പുതിയൊരു ട്രീറ്റ്മെന്റും വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അലർജൻ ഇമ്മ്യൂണോതെറാപ്പി. അപ്പൊ ഈ അലർജൻ ഇമ്മ്യൂണോതെറാപ്പി ആർക്കൊക്കെ ഗുണം കിട്ടും? എന്തുകൊണ്ടാണ് അതിപ്പോ ഇത്ര പോപ്പുലർ ആവുന്നത്? അതിന് സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ? ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ ഡോക്ടർ കൃഷ്ണാണ്, എറണാകുളം കൃഷ്ണ ഹോസ്പിറ്റലിലെ അലർജി ആസ്മ സ്പെഷ്യലിസ്റ്റ്. ഇമ്മ്യൂണോതെറാപ്പി പറയുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ, സേഫ് ആണ്? ഇതാണ് മിക്കവർക്കും അറിയേണ്ട ഫസ്റ്റ് ഒരു ചോദ്യങ്ങൾ. അപ്പൊ ഈ അലർജൻ ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞാൽ ഈ അലർജി ഉണ്ടാക്കുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ അലർജൻ ആണ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ ഒരു അലർജൻ. അപ്പൊ ഈ ഡസ്റ്റ് മൈറ്റ്സിന്റെ ആന്റിജൻ നമ്മൾ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബോഡി തന്നെ അലർജി ഇമ്മ്യൂണിറ്റി ലെവൽ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അലർജി ഫൈറ്റ് ചെയ്യും. അതന്നെ സേഫ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആണ്. വേറെ കെമിക്കലൊന്നുമില്ല, വേറെ ലിവർ കിഡ്നി എഫക്റ്റ് അങ്ങനത്തെ ഉള്ള ഒരു മരുന്നൊന്നും അല്ല. ഇതിപ്പോ എല്ലാവർക്കും സൂട്ട് ആവും, ആർക്കൊക്കെ ഗുണം കിട്ടും? അതിന് എന്താ ഗുണമുള്ളത്? ഇത് ഗുണം എന്താ വെച്ചാൽ ഒന്ന് സേഫ് ആണ്, എഫക്റ്റീവ് ആണ്. മൂന്നാമത് നമ്മൾ ഈ അലർജിക് ഉള്ള പേഷ്യൻസ് പലരും മൂക്കിലടിക്കാൻ സ്പ്രേസ് ഉപയോഗിക്കാറുണ്ട്, മരുന്നുകൾ കുറേ ദിവസം ആന്റിഹിസ്റ്റമിൻ മരുന്ന് കഴിക്കാറുണ്ട്. പിന്നെ അലർജിക് ആസ്മ പേഷ്യൻസ് പലരും ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഗുണം വെച്ചാൽ നമുക്ക് ഈ സ്റ്റീറോയിഡ് ബേസ്ഡ് ഇൻഹേലർ നേസൽ സ്പ്രേയും യൂസ്ഫുൾ ആണ്, എഫക്റ്റീവ് ആണ് ഫോർ അലർജിക് റൈനൈറ്റിസ് ആസ്മയില്. ബട്ട് അതിന്റെ നമുക്ക് ക്വാണ്ടിറ്റി, അതിന്റെ യൂസേജ് കുറയ്ക്കാൻ പറ്റും ഈ അലർജി ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെന്റ് കൊണ്ട്. അത് അതിൽ പ്രത്യേകത. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ മിനിമം 6 to 8 months മിനിമം എടുക്കും നമ്മൾ ഇതിൻ്റെ ഉള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിയാലും ഗുണം അറിയാൻ വേണ്ടി കിട്ടാനും. പിന്നെ ഒരു 3 കൊല്ലമൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സേഫ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം വെച്ചാൽ പറഞ്ഞല്ല, ഇല്ല, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണത്. പക്ഷെ അതിന് നമുക്ക് സമയം കൊടുക്കണം ഇതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി. ഇത് ചെയ്യുമ്പോൾ പലർക്കും സംശയമുള്ളത് ഫുഡ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് നടത്തണോ, ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ. അതായത് ഇതിപ്പോ നമ്മൾ ഈ ആന്റിജൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ ആന്റിജൻ ആണ് ഡസ്റ്റ് മൈറ്റിന്റെ. ഇത് ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേറെ ഫുഡ് അലർജി ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഫുഡ് ഒക്കെ കഴിക്കാം, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എക്സസൈസ് ഒക്കെ ചെയ്യാം, പിന്നെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അഥവാ ബൈ ചാൻസ് വിമന് കൊടുക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആയാൽ ഇത് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വേറെ ബോഡി സിസ്റ്റം എഫക്റ്റ് ആവാത്തൊരു ട്രീറ്റ്മെന്റ് ആണത്. ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും? കുട്ടികൾക്ക് 4 വയസ്സ് മുകളിൽ കുട്ടികൾക്ക് തുടങ്ങാൻ പറ്റും, പിന്നെ അഡൽട്സിൽ തുടങ്ങാൻ പറ്റും, വിമൻ, യങ് മെൻ, പല ഏജ് ഗ്രൂപ്പ് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് വളരെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആൾക്കാർക്ക് അത്, കാരണം ഇത് ബോഡി ഇമ്മ്യൂണിറ്റി ലെവലിൽ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഇതായിരുന്നു, ചിലപ്പോൾ അത്ര എഫക്റ്റ് ആവില്ലായിരിക്കും. നമുക്ക് ആർക്കൊക്കെ കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓരോരുത്തർക്ക് സൂട്ടബിൾ ആവുമല്ലോ നോക്കണം. അപ്പൊ ആദ്യം അലർജി സെന്ററിൽ അലർജി സ്കിൻ പ്രിക്ക് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് എന്തിന്റെ അലർജിയാണെന്ന് നോക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡസ്റ്റ് മൈറ്റിന്റെ അലർജിയാണ് ഏറ്റവും കൂടുതൽ ഒരാൾക്കെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള പേഷ്യൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ ഡസ്റ്റ് മൈറ്റ് കൊണ്ട് കണ്ണിന്റെ അലർജി, തുമ്മൽ, മൂക്കടപ്പ്, ശ്വാസം മുട്ട്, സ്കിന്നിന്റെ അലർജി, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കും. ഏത് പേഷ്യൻസ് സൂട്ടബിൾ ആണെന്ന് നോക്കും. പിന്നെ ഈ ഡസ്റ്റ് മൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ കൺട്രോൾ മെഷേഴ്സ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ചെയ്യാൻ പറയും. അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല, അവർക്ക് ഇത് ചെയ്യും. പിന്നെ കുറെ നാളായിട്ട് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഇൻഹേലർ ഡോസേജ് കുറയ്ക്കണം, അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചൂസ് ചെയ്യും. പിന്നെ ഓഫ്കോഴ്സ് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ള വേറെ സീരിയസ് ഡിസീസ് ഉള്ള ആൾക്കാർ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഈ മരുന്ന് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ ഈ മരുന്ന് ആന്റിജൻ നമ്മുടെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പല ഫോമായിട്ട് കിട്ടും. ഇഞ്ചക്ഷൻ ആയിട്ട് ഉണ്ടാവും, ലിക്വിഡ് ഫോം ഉണ്ട്, ടാബ്ലറ്റ് ഫോം ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത് സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പിയാണ്. അതായത് ഈ മെഡിസിൻ നമ്മൾ നാക്കിന്റെ അടിയിൽ വെക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അപ്പൊ ഇത് കൂടുതലായിട്ട് ഇപ്പൊ കിട്ടുന്നത് ചെറിയ വയലിൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫോമിൽ കിട്ടും. ഈ ലിക്വിഡ് നമ്മൾ അത് നമ്മൾ ഇച്ചിരി ഷുഗറിലിട്ട് നാക്കിനടിയിൽ വെക്കാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രോപ്പറിലിട്ട് വരുന്നതാണെങ്കിൽ ഡ്രോപ്പറിലിടാം. പിന്നെ ചില കമ്പനി നമുക്ക് ഇപ്പോൾ ചില ടാബ്ലറ്റ് ഫോമിലും ഈ ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് കിട്ടാറുണ്ട്. ഇത് നാക്കിനടിയിൽ രാവിലെ വെറും വയറ്റിൽ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ കുറച്ച് 10 മിനിറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇപ്പം നോർമൽ ഫുഡുകൾ കഴിക്കുകയും ചെയ്യാം.
പിന്നെ എത്ര കൂടെ എടുക്കണം, എങ്ങനെ എടുക്കണം. അപ്പൊ അതിന്റെ ഡോസേജ് ഷെഡ്യൂൾ ഓരോരുത്തരുടെ പേഷ്യൻസിന്റെ കണ്ടീഷനും ഈ മരുന്നിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖം വന്നാലും വേറെ പേടിക്കേണ്ട ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ലൂസ് മോഷൻ ആയിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ തൽക്കാലത്തിൽ നിർത്താൻ പറയുന്നേ ഉള്ളൂ. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സേഫ് ആണ്. പിന്നെ വേറെ എന്തൊക്കെ ഗുണമുള്ളത് ഈ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ അലർജി, പുതിയ അലർജി വരാതിരിക്കാൻ നമുക്ക് ചാൻസ്. അതായത് ഇപ്പോൾ ചിലവർക്ക് തുമ്മലും മൂക്കടവും മാത്രമായിരിക്കാം, പക്ഷെ അലർജിക്ക് ആസ്മ സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് പ്രിവെൻഷൻ ഇത് യൂസ്ഫുൾ ആണ്. ഈ അലർജി ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെന്റ് നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്? അപ്പം ഫുൾ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പേഷ്യൻസ് നമ്മൾ പ്രത്യേകിച്ച് അലർജി ഇമ്മ്യൂണോതെറാപ്പി മരുന്ന് ഓർഡർ കൊടുത്തിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അലർജി സെന്ററിൽ വരാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മൾ ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്ക് തുടങ്ങും. അത് എങ്ങനെ നാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അത് ആ ഷെഡ്യൂളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ആ മരുന്ന് വീട്ടിൽ വെച്ചാൽ മതി, ഹോസ്പിറ്റൽ എപ്പോഴും വരേണ്ട ആവശ്യമില്ല. പക്ഷേ 2-3 മാസം കൂടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് റിവ്യൂ ചെയ്യണം. പിന്നെ ഇത് തീരുമ്പോൾ അടുത്ത മരുന്നിന്റെ സെറ്റ് ഓർഡർ കൊടുക്കണം. അങ്ങനെ ഒരു 6 to 8 months കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് ബോഡിയിൽ അറിയുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല. താങ്ക് യു ഫോർ ലിസണിങ്. ഞാൻ ഡോക്ടർ കൃഷ്ണൻ, അലർജി ആസ്മ സെന്റർ, കൊച്ചി.